നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അശ്രീ വ്ളോഗ്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് വിഷയം എന്നുള്ളതല്ലേ ചിന്തിക്കുന്നത്. ഗാർമെന്റ്സ് തന്നെ, വസ്ത്രനിർമ്മാണം, അപ്പാരൽസ്. വളരെ എളുപ്പം. എന്ത് ജോലി ഉണ്ടെങ്കിലും ജോലി അന്വേഷിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം ചിന്തിക്കുന്നവർക്കും എല്ലാം പറ്റുന്ന ഒരു തൊഴിലാണ് വസ്ത്രനിർമ്മാണം എന്നുള്ളത്. വസ്ത്രനിർമ്മാണത്തിന്റെ പല മേഖലകളുണ്ട്. റെഡിമെയ്ഡ് നിർമ്മാണത്തിലുണ്ട്, ബൊറ്റിക്കായിട്ടുണ്ട്, ഫാഷൻ ഡിസൈനിങ് ആയിട്ടുള്ളുണ്ട്. പഴയ കാലത്തിന്റെ ടൈലറിങ് ഷോപ്പിൽ നിന്ന് മാറിയിട്ട് ഇന്നത്തെ കാലത്തേക്ക് പുതിയ ട്രെൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അത് ചിലർക്കെല്ലാം ഞാൻ കുറെ വീഡിയോകള് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നതിന് ശേഷം മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് തുടങ്ങണം എന്നുള്ളതുണ്ട്. എങ്ങനെ തുടങ്ങണം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഏത് മെഷീൻ എടുക്കണം, എങ്ങനെ ചെയ്യണം. ടൈലറിങ് കുറച്ച് പഠിച്ചിട്ടുണ്ട്, അതെനിക്ക് ശരിയാവുമോ, കസ്റ്റമറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, കസ്റ്റമർ പറയുന്ന മോഡൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. ചിലർ തുടങ്ങാതിരിക്കുന്നുണ്ട്, ചിലര് തുടങ്ങുന്ന കരുതി വീട്ടിൽ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ആ ഒരു ഇതിലിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആണ് ഉള്ളത്. വീഡിയോ കാണുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പലർക്കും ജീവിത നിലവാരം, ജീവിതത്തിനൊരു ഉപാധി, ഭർത്താവ് ജോലി ഉണ്ടെങ്കിൽ തന്നെ ക്യാമറ ഇളകുന്നുണ്ട്, ഉള്ളത്. പിന്നെ ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ തന്നെ ഒരു കുടുംബത്തിലേക്ക് ഒരു വരുമാനം വേണം എന്നുള്ള ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവർക്കും, എത്ര വലുതായിട്ട് പഠിച്ചവർക്കും ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ, ആരോ പറയുന്ന പോലെ എല്ലാവർക്കും ബാങ്കിൽ ജോലി കിട്ടണമെന്നില്ല, എല്ലാവർക്കും ടീച്ചറായിട്ട് ജോലി കിട്ടണമെന്നില്ല, എല്ലാവർക്കും ഗവൺമെന്റ് ഓഫീസിൽ ജോലി കിട്ടണമെന്നില്ല. പക്ഷെ ഈ തൊഴിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, തൊഴിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കുന്നിട്ട് നമുക്ക് ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ, ജീവിതോപാധി എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കാൻ ഈ ജോലി കൊണ്ട് സാധിക്കും. നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇപ്പൊ നമ്മുടെ തുടക്കത്തില് ഒരു വലിയ റൂം പോയിട്ട് എടുക്കുകയോ ടൗണിൽ പോയിട്ട് എടുക്കുകയോ, ചിലർ കാണാറുണ്ട് വലിയൊരു തുക ലോൺ എടുക്കുകയോ അല്ലെ കടം മേടിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സ്രോതസ് കണ്ടെത്തിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങണം. ടൈലറിങ് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഫാഷൻ ഡിസൈൻ പഠിച്ചിട്ടുണ്ട്, 1.5 വർഷം പഠിച്ചിട്ടുണ്ട്, 2.5 വർഷം പഠിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ധൈര്യം ഉണ്ടായിരിക്കും. ആ ധൈര്യത്തിനെ പിന്തിരിപ്പിക്കുകയല്ല, പെട്ടെന്ന് തന്നെ കുറെ മെഷീനോ ഉള്ള രൂപയ്ക്ക് മുഴുവൻ മെഷീനോ അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ഷോപ്പില് അതിനുള്ള ഇന്റീരിയർ കാര്യങ്ങളോ ചെയ്തിട്ട് കുറെ മെറ്റീരിയൽ മേടിച്ചിട്ട് ചിലർ തുടങ്ങുന്ന രീതി കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഗാർമെന്റ്സ് ചില ഭാഗത്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചലമായ രീതിയിലുണ്ട്. പിന്നെ ഇപ്പൊ ചെറിയൊരു ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം കുറെ ഒരു മാറ്റം വന്നത് എന്താ പറഞ്ഞാൽ, റെഡിമെയ്ഡിനെ തള്ളിക്കളഞ്ഞിട്ട് ജെൻസ് ആയാലും മെൻസ് വെയർ ആണെങ്കിലും ലേഡീസ് വെയർ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന രീതി വരുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥിരമായിട്ട് കാണുന്ന ഈ പാറ്റേണിൽ നിന്നും ഈ ബൊറ്റിക്ക് ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഇറങ്ങിയോട് കൂടിയിട്ട് കസ്റ്റമർ വരച്ചു കൊടുക്കുന്നോ, കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് ഷോപ്പിൽ നിന്ന് തയ്ച്ചെടുക്കാം എന്നുള്ളൊരു ചോയ്സ് വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് രൂപ മുടക്കിയിട്ട് സ്ഥാപനം തുടങ്ങാൻ നിൽക്കുന്നതിന് മുന്നേ നമുക്ക് ബേസിക് ആയിട്ട് ഇതിൽ അറിവുണ്ടോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു കസ്റ്റമറുടെ അളവെടുത്തിട്ട് അതിന് തുണി എത്രയാണെന്ന് പറഞ്ഞിട്ട് ആ കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ച് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50% നമ്മൾ അതിൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കാരണം എപ്പോഴും ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ സൗത്ത് കേരളയിൽ തോന്നുന്ന മാതിരിയല്ല നോർത്ത് കേരളയിൽ ഉണ്ടാവുക, തിരുവനന്തപുരത്തുള്ള മാതിരി ആവില്ല കാസർഗോഡ് ഉണ്ടാവുക, കാസർഗോഡുള്ള മാതിരിയല്ല കോഴിക്കോട് ഉണ്ടാവുക. പല പാറ്റേൺസും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പാറ്റേൺസ് മാറിക്കൊണ്ട് വിദേശത്തൊക്കെ ഇപ്പൊ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ ഓരോ വെതറ്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വസ്ത്രങ്ങള്, തുണികൾ തെരഞ്ഞെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതൽ തണുപ്പ് കൂടുമ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള മെറ്റീരിയല്,
ചൂട് കൂടുമ്പോൾ ചൂടിനെ പ്രതിരോധിക്കാനുള്ളത്. നമ്മുടെ കേരളത്തിൽ അതില്ല. കാരണം ഒരു സമശീതോഷ്ണമായിട്ടുള്ള രീതിയിൽ പോകുന്നതാണ്. കുറച്ച് മഴയും തണുപ്പും വലിയ കാര്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയുടെ പ്രശ്നം വരാറില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത്, ഗാർമെന്റ്സില് മെഷീൻ എടുക്കുന്നതിന്റെ തുടക്കത്തിൽ ആദ്യം ഒരു റൂം വേണം എന്നുള്ളതാണ്. റൂം എങ്ങനെ കണ്ടെത്താം? റൂം ഒരുപാട് അന്വേഷിച്ചാൽ 2 ലക്ഷം, ഒരുപാട് ലക്ഷങ്ങൾ അഡ്വാൻസ് പറയും. അത് വാടക ഇതെനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് വശം തന്നെ നോക്കാം. 2 മെഷീൻ ഇടാനുള്ള സൗകര്യം ഉണ്ടോ? ഒരു ചെറിയ കട്ടിംഗ് ടേബിൾ ഇടാൻ സൗകര്യം ഉണ്ടോ? അതിൽ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ടെറസ് ബിൽഡിംഗ് ആണെങ്കിൽ മുകളിൽ ഉണ്ടാക്കാൻ നോക്കുക. അതിന് നോക്കിയിട്ട് കസ്റ്റമറെ മാർക്കറ്റ് ചെയ്യാൻ നോക്കുക. മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ ചെയ്തിട്ട് നമ്മൾ ഇട്ടിട്ടോ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ മറ്റുള്ള റിലേഷൻസിനൊക്കെ തയ്ച്ചു കൊടുത്തിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കണം. അല്ലാതെ പേടിച്ച് മാറിയിക്കല്ല വേണ്ടത്. ഇത് ഞാൻ അടിച്ചതാണ്, ഇതുപോലെ നിങ്ങൾക്കും ചെയ്തു തരാം, നിങ്ങളുടെ കുട്ടിക്ക് ചെയ്തു തരാം, അങ്ങനെയുള്ള പറയാനുള്ള ധൈര്യം ഓരോ വർക്കേഴ്സിനും ഉണ്ടാവണം. വർക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഒരു മനസാന്നിധ്യമുള്ളവർക്കാണ് ഇത് കൂടുതലും നന്നായി വരിക. അടുത്തതായിട്ട് ഒരു ഡ്രസ്സിന്റെ അളവെടുത്തിട്ട് അത് ഡിസൈൻ ചെയ്തിട്ട്, ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡിസൈൻസ് മാറും. ചെറിയ ചെറിയ ഈസി ആയിട്ടുള്ള ചില വർക്കുകളായിരിക്കും അതിൽ ഡിസൈനായിട്ട് മാറ്റുക. അപ്പോൾ ചിലപ്പോൾ ടൈലറിങ് തന്നെ കസ്റ്റമർ തന്നെ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ ഇവരെന്നെ ചോദിക്കും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ, ചെയ്യാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കുക. ശ്രമിച്ചു നോക്കിയിട്ട് പുതിയ അറിയുന്നവരോട് ചോദിച്ചു നോക്കുക. ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവരിൽ നിന്ന് നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നവരിൽ നിന്ന് പഠിച്ചിരിക്കണം. അതുപോലെ ഗാർമെന്റ്സ് തുടങ്ങുന്നതിന് മുന്നേ, ബുത്തിക്ക് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും. പൈസ ഇറക്കിയിട്ട് ഒരുപാട് മെഷീനും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടിടാൻ. അതിന്റെ ഏത് മെഷീൻ എടുക്കണം, അതുപോലെ തന്നെ റൂമിൽ എങ്ങനെ എടുക്കണം. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റൂം വീട്ടിലുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് അല്ലാതെ കൂടുതൽ നമ്മൾ എക്സ്പെൻസ് മുടക്കിയിട്ട് ഒരുപാട് ചെലവ് മുടക്കിയിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലുള്ള ഗാർമെന്റ്സിന്റെ സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ ഓരോ കടയിലും നമ്മൾ നോക്കുമ്പോൾ റെഡിമെയ്ഡിനോടുള്ള കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല മോഡൽസുകൾ ലഭിക്കുന്നു. അതുപോലെ വില കുറവിൽ ലഭിക്കുന്നു. ഒരു സ്റ്റിച്ചിങ് ചാർജ് കൊടുത്തിട്ട്, ഒരു മെറ്റീരിയൽ മേടിച്ച് സ്റ്റിച്ചിങ് ചാർജ് കൊടുത്തിട്ട് അത്രയും ടൈം വേസ്റ്റ് ചെയ്യാതെ കസ്റ്റമർ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കുന്നു. അത് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഷോപ്പുകാർ തന്നെ ചെയ്തു കൊടുക്കുന്നു. അവർ ഡ്രസ്സ് ഉപയോഗിക്കുന്നു. പക്ഷെ അതിന്റെ തുണിയുടെ ക്വാളിറ്റിയോ സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റിയോ എത്ര ലാസ്റ്റ് ചെയ്യുന്നുള്ളതോ ഒന്നും അവർ നോക്കാറില്ല. പക്ഷെ ഇപ്പോ ഈ നമ്മുടെ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ട്രെൻഡ് മാറിയിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങിലേക്കുള്ള ഒരു പ്രത്യേക മാറ്റം വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിലേക്ക്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറഞ്ഞ 2-3 മെഷീന് അല്ലെങ്കിൽ 2 മെഷീന് സ്വന്തമായിട്ട് ചെയ്യാനും സാധിക്കണം. അതുപോലെ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഒരാളുണ്ടാവണം. അപ്പൊ എല്ലാവരും ഒരു വർക്കും പോലും അറിയാതെ ചിലവര് സ്ഥാപനം നടത്തുന്നവരുണ്ട്. അപ്പൊ എന്തെങ്കിലും വർക്കുകൾ കൂടുതൽ അവരെ വിചാരിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അത് ഈ തുടങ്ങുന്ന ആൾക്ക് വർക്ക് അറിഞ്ഞെങ്കിൽ മാത്രമാണ് അത് കൂടുതൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ചിലപ്പം വർക്കേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മനുഷ്യനാണ്, പല കാര്യങ്ങളും വരും. ലീവ് എടുക്കേണ്ട ആവശ്യം വരും. ചിലപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ തുടങ്ങുന്ന ഓണർക്ക്, പ്രൊപ്പറേറ്റർക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അതില് കുറച്ച് കാര്യങ്ങളെല്ലാം ഉള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ ഇടുമ്പോൾ ആദ്യം വ്യവസായ വകുപ്പില് MSME അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്, വീട്ടിൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലോ, ഷെഡിൽ തുടങ്ങാൻ, ടെറസിന്റെ മേലെ തുടങ്ങാനാണെങ്കിലോ, അല്ലെങ്കിൽ കടയിൽ തുടങ്ങാനാണെങ്കിലോ നിങ്ങൾ ഓടിപ്പോയിട്ട് ലൈസൻസ് ഒന്നും മുനിസിപ്പാലിറ്റിയിൽ എടുക്കേണ്ട പഞ്ചായത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം വ്യവസായ വകുപ്പിനോട് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ നമ്പറിൽ തന്നെ അതിൽ ഉദ്യം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഉദ്യം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള, വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള, വ്യവസായത്തിൽ വരുന്നതാണ്, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു തരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് വരെ ലോണ് തരാൻ തയ്യാറുണ്ടാവും.
അപ്പൊ നമ്മളെ അടുത്ത ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കുക. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യവസായ ഓഫീസർ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എല്ലാ സ്ഥാപനത്തിലും ഏതോ ഒരു ദിവസങ്ങളിൽ 2 ദിവസമായിട്ട് ഇരിക്കുന്നുണ്ട്. വ്യവസായ വകുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് വ്യവസായ ഓഫീസറുണ്ട്. അതിൻ്റെ ഉള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്, എനിക്കിങ്ങനെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ വീട്ടിൽ ഇത്ര സ്ഥലമുണ്ട്, അതോ ഞാൻ കട എടുക്കുകയാണെങ്കിൽ കട എടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ കട എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അതിന് ഒരു ലൈസൻസ് വേണം, ഉദ്യം തുടങ്ങാനുള്ളത് വേണം, പിന്നെ തുടങ്ങിയിട്ട് ലൈസൻസിന് പകരമായിട്ടുള്ള സ്വിഫ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്, അതും പിന്നെ എടുക്കാൻ സാധിക്കണം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ചുകൂടെ ഇതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്, മറന്നു പോകും ചിലപ്പോൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മള് ഒരു വസ്ത്രനിർമ്മാണത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതിന് വലിയ മുതൽ മുടക്കൊന്നും വേണ്ട. എല്ലാവരും ചിന്തിക്കുന്ന മാതിരി ഒരുപാട് മുതൽ മുടക്ക് വേണ്ട. ഒരു മെഷീനോ 2 മെഷീനോ ഇട്ടിട്ട് വർക്ക് തുടങ്ങാം. അതുപോലെ തന്നെ ഒരു ചില എക്സ്പീരിയൻസ് ആയിട്ടുള്ള കടക്കാർക്കൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ വേണ്ടത് വെൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ പ്ലാനിങ്ങോട് കൂടി, എന്ത് ചെറിയ കട എന്താണെങ്കിലും ഒരു മുറുക്കം കട ഇടുകയാണെങ്കിൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ട് ഇതുപോലെയുള്ള ലൈസൻസും കരസ്ഥമാക്കി കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് ഓൺലൈനിൽ എടുത്തു തരുന്നതാണ്. അങ്ങനെ ശരിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യവസായ വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. പിന്നെ മെറ്റീരിയൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ ഇനി റെഡിമെയ്ഡ് ആയിട്ട് തയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ എന്തെടുക്കുകയാണെങ്കിലും അതിന് മാർക്കറ്റ് ചെയ്യാനും അതിന് സെയിൽ ചെയ്യാനും ആദ്യം ഒരുപാട് കടകളിലൊന്നും കൊണ്ടുകൊടുക്കാതെ വീട്ടിലുള്ള സഹോദരങ്ങൾക്കോ റിലേഷൻസിനോ ഫ്രണ്ട്സിനോ ഒക്കെ 1-2 ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറേ ശരിയാക്കി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞങ്ങൾക്ക് വല്ല ഇതാണ്, ഞങ്ങൾ ഓൾട്രേഷൻ ഒന്നും ചെയ്യില്ല എന്ന് പറയരുത്. ആദ്യം ഓൾട്രേഷൻ ചെയ്യുക. എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഒരെണ്ണത്തിന് ഇറക്കം കുറയ്ക്കാൻ വന്നാലോ അല്ലെങ്കിൽ ലൂസ് കുറയ്ക്കാൻ വന്നാലോ അല്ലെങ്കിൽ പിന്നെ കൈ സ്ലീവ് വെക്കാൻ വേണ്ടി വന്നാലോ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് 50 രൂപ 100 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയായിട്ടായാലും വരുമാനം ഉണ്ടാക്കാം. അപ്പൊ എല്ലാ വീട്ടമ്മമാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവിനെ വേണ്ടത്ര ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ വളരെ സന്തോഷത്തോടുകൂടി വളരെ ആറ്റിറ്റ്യൂഡോടുകൂടി നല്ല ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ ഇതിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. മെഷീനെ പറ്റിയിട്ടും പിന്നെ മെഷർമെന്റ് എടുത്തിട്ട് തുണി നമ്മൾ മോഡൽ അനുസരിച്ചിട്ട് എങ്ങനെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നതിനെ പറ്റിയിട്ടോ മെഷീന്റെ കമ്പനികളെ പറ്റിയിട്ടും ഏത് മെഷീൻ എടുക്കണം എന്ന് പറ്റിയിട്ടോ ഒരു കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ചർച്ചകളിൽ, അടുത്ത ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ അടുത്ത ഇതുപോലെയുള്ള വീഡിയോകളിൽ വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക. നമുക്ക് അറിയുന്നവർക്ക് ഇത് ചിലവർക്ക് പ്രയോജനപ്പെടും. അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതുപോലെ ചെറിയ ചെറിയ എളിയ വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇടതുവശത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. അത് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. എല്ലാവരും സന്തോഷത്തോടെ ഓരോ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.